ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ ഈവനിങ് ടൈമിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു പച്ചക്കറി ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം നടത്താനായിട്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഉണ്ടോ? അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വാങ്ങേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു മാർക്കറ്റാണ്. രണ്ട് സൈഡിലും നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പച്ചക്കറികൾ. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും, ഒരുവിധം എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ കിട്ടും കേട്ടോ. ഇന്ന് നമ്മൾ ഈവനിങ്ങിലാണ് വന്നിരിക്കുന്നത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇവിടെ തണ്ണിമത്തൻ ഇപ്പോൾ നല്ല സമ്മറായി, ചൂടുകാലം ആയതുകൊണ്ട് തണ്ണിമത്തനൊക്കെ ഇഷ്ടം പോലെ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇവരിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ടേലകളിലും അതുപോലെ തന്നെ താഴെ ഇങ്ങനെ തറയിലൊക്കെ ആയിട്ട് ഷീറ്റ് എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ടിട്ട് അതിനകത്ത് വെച്ചിട്ടോ പച്ചക്കറിയൊക്കെ കൂടുതലും നോർമലായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ഇങ്ങനെയാണ് വിൽക്കുന്നത് ഇവിടെ. അപ്പോൾ അധികം റേറ്റ് ഇല്ല നമുക്ക് യു പിയിൽ പച്ചക്കറികൾക്ക്. കേരളത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്ന വില കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങി ഇനി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം. പച്ചപ്പയർ 100 രൂപ കിലോ. അതാ മാങ്ങ ഉണ്ടോ? മാങ്ങ എങ്ങനെയാ വില? 20 രൂപ കാ കിലോ. 20 രൂപ. നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കണ്ടേ? മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്നു. വെണ്ടക്കായ 60 രൂപ കിലോ. നമുക്ക് എല്ലാ പച്ചക്കറിയും വേണം. എല്ലാം കഴിഞ്ഞ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കുറേശ്ശെ വാങ്ങിക്കണം. തക്കാളി 80 രൂപ കിലോ. വാങ്ങിക്കാം. തക്കാളി 1 കിലോ എന്തായാലും മനസ്സിലോ. നമ്മുടെ വഴുതനങ്ങ ഇടിയഞ്ചക്ക വെച്ചേക്കുന്നുണ്ടോ? ഈ കട്ടുകൽ കേസേ ഭയ്യ? കട്ടുകൽ നമ്മുടെ ചക്കേനെ പറയുന്നത് കേട്ടോ. കട്ടുകലിന് 80 രൂപ കിലോ. എൻ്റെ ദൈവമേ, നമ്മുടെ നാട്ടിലൊക്കെ പ്ലാവിൻ്റെ കീഴെ വീണ് കിടക്കുമ്പോൾ ഒരു വീഴ്ചയില്ലാത്ത സാധനമാണ്. ഇവിടെ 80 രൂപ. തക്കാളി നല്ല റെഡ് തക്കാളി. നമ്മളിത് അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു മല്ലിച്ചെപ്പ്, മല്ലിയിലയും അതുപോലെ പച്ചമുളകൊക്കെ വയ്ക്കാറുണ്ട്. നോക്കട്ടെ പച്ചമുളക് വയ്ക്കുമെന്ന് അറിയില്ല. ഹരാമിർച്ച് അയാളുടെ അടുത്ത് പച്ചമുളക് ഇല്ല, അപ്പം അതുകൊണ്ട് മല്ലിയില മാത്രം വെച്ചിട്ടുള്ളൂ. ഇവിടെ അതേ ഒരു ചേച്ചി ഇരുന്ന് ഇലകളൊക്കെ വിൽക്കുന്നുണ്ട്. ചീര ഇല, പാലക്കിൻ്റെ ഇല ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ട പച്ചക്കറികളൊക്കെ കുറച്ച് വാങ്ങി. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് പോവാം. ഒരു ലൗക്കിയും കൂടെ വാങ്ങിക്കണമായിരുന്നു, നമ്മുടെ ചിരക്ക. അത് വാങ്ങിച്ചോ? അപ്പുറത്തുണ്ട്. ചിരക്ക എടുക്കാൻ മറന്നുപോയി. ലൗക്കി കേസേ ഭയ്യ? 40 രൂപ കേട്ടോ കിലോ ചിരക്ക. നമുക്ക് മോരുകറി ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടം ഇത് വെച്ചുള്ള മോരുകറി. ഇവിടെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറുനാരങ്ങ ഭയങ്കര ചെറുത് തന്നെയാണ് കേട്ടോ. ഉണ്ടോ? ചെറിയ തീക്കിരി നാരങ്ങകളാണ്. എല്ലാം വാങ്ങിക്കണം. ഇഞ്ചി 80 രൂപ കിലോ. ഇവിടെ പച്ചമുളക് 60 രൂപ കിലോ. പച്ചമുളകിൻ്റെ വലുപ്പമുണ്ട്, നീളം നല്ല നീളമുള്ള. നമുക്ക് ക്യാരറ്റ് വാങ്ങണം, പിന്നെ സബോള, കായ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കണം. ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി നടക്കാം. സബോള 25 രൂപ കിലോ. സബോള നമുക്ക് എല്ലാത്തിനും വേണ്ടതല്ലേ. നമ്മുടെ ഉരുളക്കിഴങ്ങിന് 20 രൂപ കിലോ. ഞാൻ നിങ്ങളോട് മുൻപും പറയാറില്ലേ, ഏറ്റവും വില കുറഞ്ഞ ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഇവിടെ കിട്ടുന്നതിന്. നമുക്ക് യു പിയിലാണെങ്കിൽ ഉരുളക്കിഴങ്ങില്ലാത്ത കാര്യങ്ങളില്ല.
എന്തൊരു തോരൻ വയ്ക്കണമെങ്കിലും നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടും. പ്രത്യേകിച്ച് ഇവിടെ യു പിയിലുള്ളവരൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എന്തൊരു സബ്ജി ഉണ്ടാക്കിയാലും തോരൻ ഉണ്ടാക്കിയാലും അവർ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടേ വെക്കുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ്റെ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം. അതായത് ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെയുള്ള കടകളിൽ നിന്ന് കേട്ടോ നമ്മൾ വന്ന് വാങ്ങുന്ന നല്ല പഴുത്ത കപ്പങ്ങ കൊണ്ടുപോകണമുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്, പച്ചക്കറി തന്നെ. അത് ഇതാ ഈ സൈഡിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഉണ്ട് കുറച്ച് പച്ചക്കറികൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളതും കൂടെ വാങ്ങിച്ചിട്ട് പോവാം. നമ്മൾ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്ത് വീണ്ടും ഇനി നമുക്ക് അങ്ങേ സൈഡിലേക്ക് കടക്കണം. അവിടെ നിന്ന് വാങ്ങിക്കണം. അവിടെയൊക്കെ ഇതാ തണ്ണിമത്തനൊക്കെ കണ്ടോ, നല്ല രസമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. വലിയ തണ്ണിമത്തൻ വാങ്ങിക്കണം. പിന്നെ പച്ചക്കറിയും വാങ്ങിക്കാനുണ്ട് കുറച്ച്. തണ്ണിമത്തൻ 100 രൂപയ്ക്ക് 4 കിലോ 100 രൂപ. നമ്മളിപ്പോൾ ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, 3 കിലോ കേട്ടോ. ചെറുനാരങ്ങ 50 രൂപ, 1/4 കിലോ 50 രൂപ. 2 സൈസ് ചെറുനാരങ്ങ ഉണ്ട്, 40 രൂപ. ഇവിടെ അപ്പുറത്ത് കിടക്കുന്ന ചെറുതിന് 40 രൂപ 1/4 കിലോയ്ക്ക്. ഇത് 50 രൂപ 1/4 കിലോ. ഇവിടെ കായ നമ്മളിതാ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. കായ 50 രൂപ കിലോ, പച്ചക്കായ. ഇവിടെ ക്യാരറ്റ് വാങ്ങിക്കാൻ എങ്ങോട്ടേക്ക് വന്നാൽ ഇപ്പം നമുക്ക് റെഡ് ക്യാരറ്റ് അല്ല കേട്ടോ, അങ്ങനത്തെ ഓറഞ്ച് ക്യാരറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 60 രൂപ കിലോ. ബാക്കി പച്ചക്കറികളൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബീൻസ് 120 രൂപ കിലോ. നമുക്ക് വേണ്ട ഒരുവിധം പച്ചക്കറികളൊക്കെ നമ്മളിപ്പോൾ ഇതാ വാങ്ങി കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ ഐറ്റമായിരുന്നു ബീൻസ്. അപ്പോൾ ഇതാ അതും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മറ്റ് കിച്ചൺ ഷോപ്പിംഗ് ബാക്കിയുണ്ട്, മസാല ഐറ്റംസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പച്ചക്കറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് നമുക്ക് കിച്ചണിലേക്ക്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകണം. ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് ഒരു ബ്ലൗസ് പീസ് വാങ്ങിക്കാൻ വേണ്ടി കയറണം. ഇനിയിപ്പോൾ ഞാൻ ഓർത്തു കുറേ നാളായി ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് സ്വന്തമായിട്ട്. സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കടയിൽ കൊടുത്തൊക്കെയാണ് തയ്പ്പിക്കാറ്. അപ്പോൾ എന്തായാലും ഒരു ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചു. സ്വന്തമായിട്ട് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നതായിരുന്നു മുൻപൊക്കെ. എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ തയ്ക്കാറ്. പക്ഷെ അത് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ബാക്കിലോട്ടായി തയ്ക്കുന്ന കാര്യത്തിലൊക്കെ. കാരണം സമയം വളരെ കുറവാണ് കിട്ടാറുള്ളൂ. അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. അപ്പോൾ ബ്ലൗസൊക്കെ നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തയ്ക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾക്കാണെങ്കിൽ യൂണിഫോം ബ്ലൗസ് അത് ഒരു കളറാണ് ഞങ്ങൾക്ക് 4 ദിവസം ഉപയോഗിക്കേണ്ട കളർ. അപ്പോൾ എന്തായാലും ആ തുണി വാങ്ങിക്കണം. അതിങ്ങനെ കുറച്ച് കളറൊക്കെ പോയി തുടങ്ങി അതിൻ്റെ. അപ്പോൾ ആ തുണി വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ബ്ലൗസ് തയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ആദ്യം പോയിട്ട് തുണി വാങ്ങിച്ചു വെക്കട്ടെ. അപ്പോൾ ബ്ലൗസിന് തുണിയൊക്കെ വാങ്ങിക്കാനുള്ള അങ്ങനത്തെ ഒരു കടയൊക്കെ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ആ കടയിൽ പോയിട്ട് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എക്സാക്റ്റ് മാച്ചിങ് ഒക്കെ കിട്ടും വേഗത്തിൽ തന്നെ. ഞാനങ്ങനെ ബ്ലൗസ് പീസ് വാങ്ങിക്കേണ്ട കടയിലെത്തി. ഇതാ ബ്ലൗസ് പീസൊക്കെ മുറിച്ച് വാങ്ങിച്ചു. അപ്പം അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇനി. അപ്പോൾ ഒരു സന്ധ്യയായ സമയത്താണ് നമ്മൾ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല റഷൊക്കെ ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ. ചില മാർക്കറ്റിലൊക്കെ ഇപ്പം ഞാൻ ബ്ലൗസ് പീസ് വാങ്ങിക്കാൻ പോയ മാർക്കറ്റിലൊക്കെ ഭയങ്കര റഷായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മെയിൻ മാർക്കറ്റിൽ എത്തിയിട്ടോ. ഇനി നമുക്കിങ്ങനെ ഈവനിങ്ങിലൊക്കെ വേണം ഇറങ്ങാനായിട്ട്, നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് നമുക്കിനി ഒരു ട്രേ എഗ്ഗും കൂടെ വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതും കിട്ടും കേട്ടോ. ഗ്രോസറി ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ അതെല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണത്. പക്ഷേ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചീപ്പ് റേറ്റിന് കിട്ടും. ഹോൾസെയിൽ ഷോപ്പാണ്. എഗ്ഗ് വാങ്ങിക്കുന്ന കട ഇതാട്ടോ. അപ്പം അങ്ങനെ ഒരു ട്രേ എഗ്ഗും വാങ്ങി ഞങ്ങളിതാ വീണ്ടും ഗ്രോസറി ഷോപ്പിലേക്ക് പോകണം. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോയി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. മുന്തിരി 100 രൂപ കിലോ.
ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് തിരിഞ്ഞപ്പിക്കുന്ന അവിടെ ഫ്രൂട്ട്സുകാരൻ ചേട്ടനെ കണ്ടു. എന്നാൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഓറഞ്ചും കുറച്ച് മുന്തിരിയും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കടയിലേക്ക് കയറുന്നത്. ചേട്ടൻ്റെ ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതെന്നെ കൊണ്ട് വേഗം ലിസ്റ്റ് നോക്കി ഐറ്റംസ് ഒക്കെ എവിടെ ഇരിക്കണേന്ന് നോക്കി അങ്ങോട്ടേക്ക് നീങ്ങിക്കോളും. ഇതാണ് ഗ്രോസറി ഐറ്റംസിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പയറ്, പരിപ്പ്, അരി, ചെറുപയർ, കടല എല്ലാ ഐറ്റംസും ഇവിടുന്ന് കിട്ടും. പഞ്ചസാര, ഉപ്പ്, ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിപ്പ്, പയറ്, കടല അങ്ങനത്തെയൊക്കെ ഐറ്റംസ്, പിന്നെ നമ്മുടെ ഇഡ്ഡലി, റൈസ്, ഉഴുന്ന് ഐറ്റംസ് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പാല്, തൈര്, അതുപോലെ തന്നെ നമുക്ക് പനീറൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതാ ഈ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മസാല ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പല ഐറ്റംസും പല ഏരിയയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടി വരണം. അപ്പോൾ അങ്ങനെ മറ്റ് ഐറ്റംസ് അങ്ങനെ വേറെ ഏരിയയിലേക്കൊക്കെ നീങ്ങി അങ്ങനെ വാങ്ങേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പപ്പടം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ UP പപ്പടം തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന പപ്പടമൊക്കെ കഴിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് കുരുമുളകൊക്കെ ചേർത്തുള്ളൊരു സൈസ് പപ്പടമാണ് കിട്ടുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വെള്ളക്കടലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാബൂളി കടല ഉണ്ടാക്കുന്ന അതിനകത്ത് നമ്മൾ ചേർക്കുന്ന മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ആ പാക്കറ്റ് കിട്ടുന്നത് ചേർക്കണമെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നാൽ അത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിക്കണം. അപ്പം അങ്ങനെ ഒരുവിധ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നീങ്ങാണ്. അപ്പോൾ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിലേക്ക് പോകാൻ നോക്കണം. അപ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായിട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് തീർത്ത് വേഗം ഇറങ്ങണം ഞങ്ങൾ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം തീർന്നു കേട്ടോ. നല്ല ഇരുട്ടായി. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോകണ്. ഞങ്ങൾ കടയുടെ ഉള്ളിൽ പോയി പുറത്ത് വന്നപ്പോഴേക്കും നല്ല ഇരുട്ടായി പോയി. അപ്പോൾ വീട്ടിൽ അഞ്ചുണ്ട്. അഞ്ചു വന്നിട്ടില്ലേ ഷോപ്പിങ്ങിന്, പച്ചക്കറി ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോകുന്നതിനോണ്ട് അഞ്ചു പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.